വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ റോഹിത് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ആക്ച്വലി ഒരു കസ്റ്റം വീഡിയോ അല്ല, ഞാൻ വേറെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ എന്താ ഇത് നോക്കി, നമ്മുടെ പോളോയുടെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലാമ്പാണ്. ഈ ഹെഡ്ലാമ്പ്സ് ആക്ച്വലി സംഭവം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പൊട്ടിയിട്ട് നമുക്ക് ഇനി യൂസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് കസ്റ്റമർ അയച്ചെന്ന സാധനമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്യാബിനൊക്കെ ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു. ക്യാബിൻ്റെ ഈ ലെഗ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, ഗ്ലാസ് ഫുൾ ഡാമേജ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് മാറ്റി ലെഗൊക്കെ തിരിച്ച് സെറ്റാക്കി മാക്സിമം ഇതൊരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലേക്ക് തിരിച്ച് റീസ്റ്റോർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് വണ്ടിയുടെ ഹെഡ്ലാമ്പിന് സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലാമ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡ് ഡാമേജ് ആയി കഴിഞ്ഞാൽ ആ സൈഡ് മാത്രമായിട്ട് നമുക്ക് വാങ്ങാനോ അല്ലെങ്കിൽ പിന്നെ സെക്കൻഡ്സ് ഒക്കെ നോക്കി എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ളപ്പം ഒരുപാട് കസ്റ്റമേഴ്സും വിചാരിക്കും ആ ഒരു ഹെഡ്ലാമ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നല്ലൊരു പൊട്ടലാണോ ഉള്ളതെങ്കിൽ ആ ഹെഡ്ലാമ്പ് ഇനി യൂസ് ഇല്ല എന്ന് വിചാരിക്കും. അതുപോലെ വന്നൊരു വർക്കാണ് നമുക്ക് ഇതാണ്ട ഈ ഇരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് അതുപോലെ വന്നൊരു വർക്കാണ് ഈ ഹെഡ്ലാമ്പ്. ഈ ഹെഡ്ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിയതാണ്ട് ഇവിടുന്ന് ബോഡി ഫുൾ ഡാമേജ് എന്ന് പറഞ്ഞാൽ കണ്ട് ഇവിടെ എല്ലാം ഇപ്പം നമ്മൾ റിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഫുള്ള് പൊട്ടിപ്പോയി, ഇനി ഇത് യൂസ് ചെയ്യാനേ കൊള്ളത്തില്ല എന്ന് വിചാരിച്ചൊരു ഹെഡ്ലാമ്പ് നമ്മൾ ഗ്ലാസ് മാറ്റി ക്യാബിൻ സ്റ്റിച്ച് ചെയ്ത് ലെഗും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന ഗ്ലാസ് പുതിയതല്ല, ഇത് സെക്കൻഡ്സ് ഗ്ലാസ് ആണ്. ഇതിനകത്തുള്ള ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പം കുറച്ച് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷേ ഈ 3 വർക്ക് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോളോടെ നമ്മുടെ ഇരുന്ന സ്റ്റോക്ക് ചെയ്യുകയും പുതിയ ഗ്ലാസ് വരാനായിട്ട് നല്ല ടൈമും എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റേതായിട്ടൊരു ഡിലേ ഈ 3 ഹെഡ്ലാമ്പിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു ഹെഡ്ലാമ്പ് മാറ്റി ഈ ഒരു കണ്ടീഷനിലേക്ക് റീസ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ ഹെഡ്ലാമ്പ് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്യുന്നതിന് ഭയങ്കര രീതിയിൽ അഫോർഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഹെഡ്ലാമ്പായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജസ്റ്റ് ഒരു 5% മാത്രമേ ഇതിന് എമൗണ്ട് വരുന്നുള്ളൂ റിപ്പയർ ചെയ്യാനുള്ളത്. ഈ ഗ്ലാസ് ഒക്കെ മാറ്റി ഇതിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്ത് സെറ്റാക്കി എടുക്കാൻ. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ പോളോടെ എന്നല്ല, ഇപ്പം ഇന്നോവ ആണെങ്കിലും അതുപോലെ ഏത് പ്രീമിയം വണ്ടിയാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പം ഗ്ലാസ് ഡാമേജ് ആണെങ്കിലോ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു യു മാറ്റിയിട്ട് RGB ആക്കണം, ഇവിടുത്തെ ഈ ഒരു സ്ട്രിപ്പ് മാറ്റിയിട്ട് RGB ആക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഹെഡ്ലാമ്പ് ലൈക്ക് ഒരു യൂണീക്ക് രീതിക്ക് കസ്റ്റം ചെയ്യണം. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏത് വണ്ടി ലൈക്ക് പ്രീമിയം വണ്ടി ആണെങ്കിൽ പോലും കസ്റ്റം ചെയ്യാൻ വരും. ലൊക്കേഷൻ വരുന്ന കൊല്ലമാണ്. നമ്മുടെ ലൊക്കേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു തരിക, വർക്ക് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് അയച്ചു തരുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഈ ഹെഡ്ലാമ്പ്സ് മാത്രമല്ല, നമുക്കിപ്പോൾ ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു കാറുണ്ട്, നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ചെയ്യണം, ഇപ്പോൾ കിഡ്സ് ആയിക്കോട്ടെ ലൈക്ക് ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വണ്ടി ഫുള്ളായിട്ട് കസ്റ്റം ചെയ്യണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. ലൊക്കേഷൻ എല്ലാം കൊല്ലമാണ്. താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്താണ്ട കിടിലമാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരും ചോദിക്കുന്നത് ലീക്ക് വന്നാൽ എന്തോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറി സീൽ ചെയ്യുമ്പോഴത്തേക്ക് ലീക്ക് ആവത്തില്ല. ഇൻ കേസ് ലീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലീക്കും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഏറ്റവും വന്ന 3 റീസെൻറ്റ് വർക്കാണ് താണ്ട ഈ കാണുന്നതാണ്. ഇപ്പോൾ ലൈക്ക് നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്തപ്പോൾ 3 വർക്കാണിത്. ബാക്കി ഒരുപാട് വർക്ക് പെൻഡിങ് ആണ്. ഇനി അടുത്തൊരു കിടിലം പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെർണയുടെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വെർണയുടെ ഹെഡ്ലാമ്പ് കസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ RGB കാര്യങ്ങളൊക്കെ വെച്ചൊരു സെറ്റാകാൻ പോകുന്ന പ്രോജക്റ്റ് വരുന്നുണ്ട്. ആ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് കിറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് നൈസ് ഒരു വണ്ടിയാണ്. സോ ആ കാറിൻ്റെയും ആ ഹെഡ്ലാമ്പിൻ്റെ വീഡിയോ ഇനി നമ്മുടെ ചാനൽ വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ കാർ ആൻഡ് ബൈക്ക് എന്തൂസിയസ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ഇട്ടേക്കണം. ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മാത്രമല്ല, ഈ പ്രോജക്റ്റ് കാസായിട്ട് ഒരുപാട് കാസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് എടുത്ത് കാര്യം, ഈ ഒരു ഹെഡ്ലാമ്പ് എന്ന് പറഞ്ഞാൽ പുതിയതും വരുമ്പോഴത്തേക്ക് 10, 30, 30, 32, 35 പല റേഞ്ചിൽ ഈ ഹെഡ്ലാമ്പ്സ് അവൈലബിൾ ആണ്. അതിപ്പോൾ പുതിയ 2 റീപ്ലേസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് അതിന് ചെറിയൊരു % ഇടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഹെഡ്ലാമ്പ് തന്നെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്തിട്ട് അത്യാവശ്യം മാന്യമായ റേറ്റിൽ ഈ സാധനം വിൽക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് വർക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ലൊക്കേഷൻ കൊല്ലമാണ്. ബാക്കി ഡീറ്റെയിൽസ് അറിയാനും വർക്ക് റിലേറ്റഡ് എൻക്വയറീസിന് വേണ്ടിയിട്ട് താഴത്തെ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ജസ്റ്റ് ഫോളോ ചെയ്തിട്ടേക്ക്. അപ്പോൾ അടുത്ത് കിട്ടിലൊരു പ്രോജക്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ഗൈസ്.